ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിജെപിയുടെ സംസ്ഥാന ആസ്ഥാനമായ കെ ജി മറാർ ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം മുതിർന്ന നേതാക്കളെ ഇവിടെ സന്നിഹിതരായ നേതാക്കളെ നേരിട്ട് കണ്ട് അഭിസംബോധന ചെയ്യുന്ന അല്പം മുമ്പ് കണ്ടത്. ബിജെപിയുടെ പതാക ഉയർത്തിയതിനു ശേഷം അദ്ദേഹം ബിജെപിയുടെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ വൃക്ഷത്തൈ നടുകയാണ്. ഒരു കണിക്കൊന്ന തൈയാണ് അദ്ദേഹം അവിടെ നടുന്നത്. നേരത്തെ ചർച്ച ചെയ്ത പരിപാടി എങ്ങനെയാണ്? ഈ പതാക ഉയർത്തി ഈ വൃക്ഷത്തൈ അവിടെ നട്ടതിനു ശേഷം ഈ ശിലാഫലകം അനാച്ഛാദനം ചെയ്യും. അതായത് കെ ജി മറാർ ഭവൻ എന്ന സംസ്ഥാന ആസ്ഥാനം, അതിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്യും. അതിനുശേഷം അദ്ദേഹം ഈ ആസ്ഥാന മന്ദിരത്തിൽ നാട മുറിച്ച് അകത്തേക്ക് പ്രവേശിക്കും. തൊട്ടു പിന്നാലെ ഈ വിളക്ക് കൊളുത്തി ഇത് ഉദ്ഘാടനം, ഈ സംസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നുള്ളതാണ് ബിജെപി നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ബിജെപിയുടെ നേതാക്കളുടെ പ്രതിമകൾ അകത്തുണ്ട്, അർദ്ധകായ പ്രതിമകളുണ്ട്. അതിൽ പുഷ്പാർച്ചന നടത്തും. തൊട്ടു പിന്നാലെ കെ ജി മറാറുടെ അർദ്ധകായ വെങ്കല പ്രതിമ അകത്തുണ്ട്. അതിൽ അദ്ദേഹം ആ പ്രതിമയെ അനാച്ഛാദനം ചെയ്യുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്യും. അതാണ് ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുക മാത്രമേ ഉള്ളൂ. പ്രധാനമായി ബിജെപിയുടെ കോർ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം സുരക്ഷാ പ്രശ്നങ്ങളടക്കമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് മറ്റുള്ള നേതാക്കൾ, മറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന ബിജെപി പ്രവർത്തകർ, അതുപോലെ നേതാക്കൾ, അവരോടെല്ലാം ഈ പുത്തരിക്കണ്ടത്ത് നടക്കുന്ന സമ്മേളനത്തിലേക്ക് പോകാൻ നേരത്തെ തന്നെ ബിജെപി നേതാക്കൾ അനൗൺസ് ചെയ്തിരുന്നു. അത്തരത്തിൽ പരമാവധി പ്രവർത്തകരും നേതാക്കളും പുത്തരിക്കണ്ടത്തേക്ക് പോയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് മാത്രമായിരിക്കും അമിത്ഷാ ഈ ബിജെപിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ അത് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇവിടെ ചിലവഴിക്കുക.